Hello. Welcome to Market Discussion of the Day. Today, September 1st, 2025, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്, പുതിയൊരു ഡേ, പുതിയൊരു മന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അത് മാത്രമല്ല, ഇന്ന് നമുക്ക് US ഹോളിഡേ കൂടെയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പുതിയ വീക്ക് ആയതുകൊണ്ടിട്ട് തന്നെ ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ന്യൂസിനെ കുറിച്ച് നമുക്ക് പറയാം. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള, അതിനുശേഷം പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് നിർണായകമായിട്ടുള്ള ഡിസിഷൻസ് വരാനായിട്ടുള്ള 2 വീക്കുകളാണ് ഈ വീക്കും അടുത്ത വീക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡിൽ എവിടെയൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളുടെ പുതിയൊരു ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം. സോ എനിക്കുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഈ 7:30 മണിക്കോ 10:30 മണിക്കോ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമുക്ക് ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് നമുക്ക് ലേബർ ഡേ ആണ്, US ഹോളിഡേ ആണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ ഇന്ന് നിങ്ങൾ നമ്മുടെ ഗോൾഡിൻ്റെ ഒക്കെ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ 3448 ആയിരുന്നു ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നേരെ ഏഷ്യൻ സെഷനൊക്കെ, യൂറോപ്പ് സെഷനൊക്കെ ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ 3480 മുകളിൽ ക്രോസ് ചെയ്ത് ഇപ്പോൾ 3477 മാർക്കറ്റ് നിൽക്കുന്നു അല്ലേ. സോ ഇതൊരു യഥാർത്ഥ മൂവ്മെൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്യാതിരിക്കുക ഗോൾഡിൽ. കാരണം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടിട്ടാണ് എന്താ പറയുക, ചെറിയ മൂവ്മെൻറ്റുകൾ പോലും വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടിട്ട് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയുക, ഇന്ന് ലേബർ ഹോളിഡേ ആണ്. വേറെ ന്യൂസുകളൊന്നും തന്നെ ഇന്നത്തെ ദിവസം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, നാളെ വരുമ്പോൾ, നാളെ നമുക്ക് രാവിലെ തന്നെ നാളെ നമുക്ക് CPI ഉണ്ട്. യൂറോ സോണിൽ നിന്ന് CPI വരുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത്. യൂറോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക്, ഇതെല്ലാം UK ടൈമിംഗ് ആണ് കേട്ടോ പറയുന്നത്. ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഒരു വോളറ്റാലിറ്റി മാത്രമായിരിക്കും അതുണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അതിനുശേഷം ബുധനാഴ്ച നമുക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. നിങ്ങൾക്കറിയാം ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടാക്കും യൂറോയിൽ എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. സോ അതേപോലെ തന്നെ ജോബ് ഓപ്പണിംഗ് 3 മണിക്ക് വരുന്നുണ്ട്. അതും വലിയ ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഇല്ലാത്ത ന്യൂസുകളാണ്. വ്യാഴാഴ്ച ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. അതേപോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ISM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട് 3 മണിക്ക്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തു പോയി. എല്ലാ വ്യാഴാഴ്ചയും ബുധനാഴ്ചയാണ് ഈ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ടിട്ട് വ്യാഴാഴ്ചയാണ് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. അതും ടൈമും 5 മണിക്കാണ്, UK ടൈമിംഗ് 5 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നതെന്നും കൂടെ ഉള്ള ഒരു കാര്യം മനസ്സിലാക്കുക. സോ ഇന്ന് മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ടെക്നിക്കൽ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, പക്ഷേ നമുക്ക് വെള്ളിയാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിലുള്ള ന്യൂസുകളെ കുറിച്ച് വരുമ്പോൾ, ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ US ഹോളിഡേ ആണെന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. ബെറ്റർ നാളത്തേക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്രിക്സ് കൺട്രീസ്, ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ
എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഇതിനെതിരെ US ഉപരോധങ്ങൾ എന്തൊക്കെ ആയിരിക്കും, എങ്ങനെയാണ് US ഇതിനെ ഡീല് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ USഉം യൂറോപ്പും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തീരുമാനങ്ങൾ എടുത്തു പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഒക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. US എന്നൊക്കെ വരുന്ന അപ്രതീക്ഷിതമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി ബാധിക്കും. അത് ഡയറക്റ്റ്ലി സമ്മർദ്ദം ഉണ്ടാക്കുന്നത് എന്തിനകത്താണ്? ഗോൾഡിനകത്താണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ. സോ അതേപോലെ തന്നെ ഫ്രാൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് മാറാൻ ഉള്ള പോസിബിലിറ്റി ഒക്കെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ മാറുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY 146.9883 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമ്മൾ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസത്തോളം JPYയിൽ പറഞ്ഞതിനകത്ത് ഓൾമോസ്റ്റ് 10 എങ്ങനെ പോയാലും ഒരു 8 എണ്ണമെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളതാണ് JPYയിലെ പ്രത്യേകത. ഓക്കെ. പിന്നെ പല ആൾക്കാരും ഞാൻ വിളിച്ച് പേഴ്സണലി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ലോസിലാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അത് ബേസിക്കലി അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യവും അവർ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യമാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്ത് ലോസിലോട്ട് ആവുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങൾക്കുള്ള ഒരു സജഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ USD JPYയിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ കറൻസീസിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. GBP USD, Euro USD, GBP USD ആണെങ്കിലും Euro USD ആണെങ്കിലും വലിയൊരു മൂവ്മെന്റ് ഇല്ല കൊണ്ടിട്ട് തന്നെ JPYയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെന്റ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പോവാം. അപ്പം ഞാൻ JPYയിൽ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, അയ്യോ JPYയിൽ ചെറിയ മൂവ്മെന്റ് അല്ലേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട, JPY 100% നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ JPYയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയേ. 146, 148 ഇതിൻ്റെ അകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ദാ 148, 26-ാം തീയതി 147, 148. ഇതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ വട്ടമാണ് 148.70 അവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുള്ളത്. അത് 147.8 അവിടെ വെച്ചിരുന്നെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയില്ലായിരുന്നു. ഓക്കെ. സോ ഇത് എത്ര നാളായി ഇതേ ലെവലിൽ നിൽക്കുന്നു. ഇതേ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയോ കാലങ്ങളായി. ഒരു 4 hour ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും, ഏകദേശം ഇവിടം മുതൽ ഇവിടെ വരെ, അതായത് ഓഗസ്റ്റ് 1 മുതൽ ഇപ്പോൾ വരെ 146 to 148 തന്നെ ആയിരുന്നു അല്ലേ. സോ അതിന് മുന്നേ നമ്മൾ നോക്കുമ്പോഴും വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഇതിലില്ല. അപ്പം നമുക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ ഈ മാസം എല്ലാ വട്ടവും എല്ലാ ദിവസങ്ങളിലും ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായി കാണും JPYയിൽ. സോ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, JPYയിൽ JPYയിൽ മൂവ്മെൻറ്റ് കുറവാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു $15 to $20 പ്രോഫിറ്റ് എടുത്ത് മാറാറുണ്ട് അല്ലേ. ഇപ്പോൾ 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു $150 പ്രോഫിറ്റ് കിട്ടുമായിരിക്കും ഒരു ദിവസം അല്ലേ. അതേപോലെ ലോസും അതേപോലെ തന്നെ സംഭവിക്കാം. പക്ഷേ നമ്മൾ JPYയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ ഒരു ദിവസത്തെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു 400 to 450 പിപ്സ് അല്ലെങ്കിൽ 500 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. സോ നേരെ മറിച്ച് JPYയിൽ USD JPYയിൽ ഒരു ദിവസത്തെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 to 200 പിപ്സിൻ്റെ മൂവ്മെൻറ്റേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ. അതായത് ഗോൾഡിൻ്റെ 1/3 മൂവ്മെൻറ്റേ ഉള്ളൂ JPYയിൽ, അല്ലെങ്കിൽ യൂറോയിലായിക്കോട്ടെ, എന്താ പറയുക, GBPയിലായിക്കോട്ടെ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 0.1 ഗോൾഡിൽ എടുക്കുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 0.2 അല്ലെങ്കിൽ 0.3 വരെ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു $3,000 to $5,000 ഒക്കെ ക്യാപിറ്റലുള്ള ആൾക്കാർക്ക്. ഓക്കെ. ഒരു 0.3 ലോട്ട് അല്ലെങ്കിൽ 0.2 ലോട്ടെങ്കിലും ചെയ്യാൻ പറ്റും. 0.3 ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് ഒരു 60-70 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് പോലും JPYയിൽ കിട്ടിയാൽ ഒരു $150 അവിടെയും പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഗോൾഡിൽ തന്നെ ട്രേഡ് ചെയ്യുള്ളൂ
എപ്പോഴും നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ലോട്ട് സൈസ് കൂട്ടിയിട്ട് എന്താ പറയുക, വെറും 70 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു $150 പ്രോഫിറ്റാണ് അവിടെ. ഓക്കെ, പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ, നിങ്ങൾ എന്തായാലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 148 അവിടെ നിന്ന് സെല് ചെയ്യാനായിട്ട് നമ്മൾ പറയുമല്ലേ, 148 അവിടെ നിന്ന് സെല് ചെയ്യാൻ പറഞ്ഞാൽ 148.8 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ, അതായത് ഒരു 120 പിപ്പോളം ടേക്ക് പ്രോഫിറ്റും വെക്കുന്നതാണ് ഉചിതമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെയും വെക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് 80 പിപ്പ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 100 പിപ്പ് ടേക്ക് പ്രോഫിറ്റ് വെച്ച് മാറുക എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാസം നിങ്ങൾക്കൊരു 15 ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരിക്കും. അതിൽ 10 നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം, 5 ലോസും ആവും. എന്നിരുന്നാലും ഒരു 0.23 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു $1,000 എങ്കിലും ഒരു മന്ത്ലി ബേസിസിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ള. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് JPY. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് അയ്യോ മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രോപ്പർ ട്രേഡിങ് ചെയ്ത് JPY നിന്നും യൂറോയിൽ നിന്നും GBP നിന്നും ഒക്കെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. JPYയിലോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓപ്പർച്യൂണിറ്റി, മുകളിലോട്ട് പോയാൽ 148 അവിടെ നിന്ന് സെല്ല്, 148.80 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. അറ്റ്ലീസ്റ്റ് അതുമല്ല എങ്കിൽ 148 അവിടെ നിന്ന് സെല്ല് എടുക്കുന്ന ആൾക്കാർ 147 അവിടെ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. ഓക്കെ, അതായത് 80 പിപ്പ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ 100 പിപ്പെങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കുക. 100 പിപ്പ് എങ്കിലും എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം കൺസിഡർ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഇപ്പോൾ ഒരു വളരെ ചെറിയ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ തന്നെ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. നേരെ മറിച്ച് താഴോട്ട് പോവുകയാണ് എങ്കിൽ 146 അവിടെ നിന്നുള്ളൊരു ബൈ, 146 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 145.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.17335 നിൽക്കുന്നു. നമുക്ക് നല്ലൊരു എൻട്രി 1.1800 അവിടെ നിന്നുള്ളൊരു സെൽ എൻട്രിയാണ്. അങ്ങനെ 1.1800 അവിടുന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. നേരെ റീട്രേസ് ചെയ്ത് കിട്ടിയാൽ റീട്രേസ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നല്ലൊരു ബൈ എൻട്രിയും എടുക്കാം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.16 എടുത്താൽ അവിടെ കിട്ടിയാൽ പോലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.1560 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം. നേരെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.35351 നിൽക്കുന്നു. മാർക്കറ്റ് 1.3500 മുകളിൽ കയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്നത്തെ 2 മാർക്കറ്റ് ഓപ്പണിങ്ങിലും ഏഷ്യൻ സെഷൻ ആണെങ്കിലും യൂറോപ്പ് സെഷൻ ആണെങ്കിലും 1.3500 മുകളിലായിട്ടായിരുന്നു മാർക്കറ്റ്. സോ നമുക്ക് 1.3500 അടുത്ത് മാർക്കറ്റ് കിട്ടിയാൽ അവിടുന്ന് നമുക്കൊരു നല്ലൊരു ബൈ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. 1.3440 താഴെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. GBPയിൽ എനിക്ക് ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയും പറയാനായിട്ടുമില്ല. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇപ്പം കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3476, 3476. വെള്ളിയാഴ്ച 3405 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി 3488. നിങ്ങൾക്കറിയാം 3500 ഗോൾഡിൻ്റെ ഓൾ ടൈം ഹൈ അല്ലേ. ഗോൾഡൊക്കെ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രൈസിലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇവിടുന്ന് എന്ത് എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ദിവസം ഗോൾഡിൽ ഒന്നും പറയാനായിട്ടില്ല. കാരണം ഇന്ന് US ഹോളിഡേ ആണ്. അപ്രതീക്ഷിതമായ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ പൈസയൊക്കെ പമ്പ് ചെയ്ത് കളഞ്ഞാൽ വലിയ മൂവ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ള ദിവസങ്ങളാണ്. ഓക്കെ, സോ 3500 എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ് എന്ന് വിചാരിച്ച് അവിടുന്ന് സെല്ലെടുക്കാനും ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് മാർക്കറ്റ് 3600, 680 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതല്ലോ. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഗോൾഡിനെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല.
അറിയാവുന്ന ഒരൊറ്റ കാര്യം, റീട്രേസ് ചെയ്ത് കിട്ടിയാൽ 3330 അവിടെ വരെ റീട്രേസ് ചെയ്ത് കിട്ടിയാൽ അവിടെ നിന്നുള്ള ബൈ എൻട്രി നല്ലൊരു എൻട്രി ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക ഒരു നല്ലൊരു എൻട്രി ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം 3500 നിന്നൊക്കെ സെല്ലെടുക്കുന്നത് റിസ്ക് ആണ്. വേണമെന്നുള്ള ആൾക്കാർക്ക് എടുക്കാം, പക്ഷേ നിങ്ങൾ എടുക്കാൻ നേരത്ത് വളരെ ചെറിയ ലോട്ട് എടുത്ത് ചെയ്യുക. ഇപ്പം ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ ഒരു 0.2 ലോട്ടോ 0.3 ലോട്ടിലോ മാത്രം ട്രേഡ് ചെയ്ത് പോവുക, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ടിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് ഗോൾഡിൻ്റെ കേസിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് ആൾക്കാർ നല്ല ബ്രോക്കർ നോക്കി നടക്കുന്നുണ്ട്, റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ. കാരണം ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക, ഒരുപാട് ബ്രോക്കേഴ്സ് വിഡ്രോവൽസിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ സ്പ്രെഡിന് ഒരുപാട് കൂടിയ സ്പ്രെഡ്, റെഗുലേഷൻ ഇല്ലായ്മ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ളൊരു ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. വളരെ റിലയബിൾ ആയിട്ട് എല്ലാ റെഗുലേഷൻസും, ഈവൻ UK, UAE, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഈ 4 രാജ്യങ്ങളുടെയും പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണിത്. അതിൻ്റെ കൂടെ $100,000 വരെ UK ബേസ് ചെയ്തിട്ട് ലോയിഡ്സ് ബാങ്ക് ഇൻഷുറും ചെയ്യുന്നു.